ഈ കേസ് പോലും വസു ശിവാനിയും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ചതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്ക് ഇല്ലാതായോ? എടാ, വസു ഇപ്പൊ ചെയ്യുന്നത് എന്താ? എങ്ങനെയെങ്കിലും ഒന്ന് നിധിയെ ജയിലിലാക്കിയെടുത്തു, എന്നിട്ട് അത് വെച്ച് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. എടാ, അത് തിരിച്ചറിയാനുള്ള ബോധം നിനക്കില്ലടാ മോനെ. നിന്നെ നിധിയും പിരിക്കാനായി വസു മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമാണ് ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ നിധിയെ ജയിലിലിടണോ? എടാ, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അതെന്താ, നിധിയെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് നിനക്കില്ലേ? നിധി ജയിലിൽ കിടക്കുമ്പോ ഇപ്പൊ അനുഭവിക്കുന്ന വേദന ഒരു താൽക്കാലിക വേദന മാത്രമാണ്. പക്ഷെ ജയിലിൽ നിറക്കാൻ വേണ്ടി നീ അവളെ പിരിയാൻ തീരുമാനിച്ചാലോ? നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്കായാലോ? ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നീ ഇവിടെ ദൈവത്തിന് മുന്നിൽ നടത്തിയത് പ്രാർത്ഥന ആയിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഭഗവതിയോട് മാപ്പിരുന്നു. ചെയ്യാൻ പോകുന്നതൊരു വലിയ തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ട്, ശരിയല്ലേ? നോക്കുമോനെ, ആരുടെയും കുബുദ്ധിക്ക് മുന്നിൽ ഇങ്ങനെ തോറ്റു തലകുനിച്ചു നിന്ന് ജീവിതം അടിയർ വയ്ക്കേണ്ടവനല്ല നീ. നീ ഗൗതം ഗോപിനാഥ. തോറ്റു കൊടുക്കേണ്ടവനല്ല, ഏത് പ്രതിസന്ധിയിലും ജയിച്ചു കയറേണ്ടവനാ. നിന്നെ കൊണ്ട് പറ്റുമോനെ നിധിയെ പുറത്തിറക്കാൻ. നീ ശ്രമിക്കുമോനെ, തെളിവുകൾ ഉണ്ടാക്ക്. നിധി നിരപരാധിയാണെന്ന് കോടതിക്ക് മുമ്പിൽ തെളിയിക്കും നീ. നിന്റെ ജീവിതത്തിന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്നവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്താ നിനക്ക് അതിനാവില്ലേ? ഇനി എന്നെ കൊണ്ട് ഒന്നിനാവുമെന്ന് തോന്നുന്നില്ല.